തൃശ്ശൂരിലെ ജൂബിലി മിഷൻ അമല ആശുപത്രികളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന UNA സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ വിവിധ അൽമായ സംഘടനകളുടെയും അതുപോലെ തന്നെ വൈദിക സമിതികളുടെയും വിവിധ യോഗങ്ങൾ ചേരുകയുണ്ടായി. ആ യോഗങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ചില കൃത്യമായ തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തോടും അതുപോലെ തന്നെ അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തോടും അറിയിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ പ്രൊഫസർ ജോർജ് അലക്സ്, അഡ്വക്കേറ്റ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ്, അതുപോലെ തന്നെ മാതൃവേദിയുടെ പ്രസിഡന്റ് ഉജ്ജ്വല ബിജു, സംഘടനകളുടെ ഏകോപന സമിതി സെക്രട്ടറി ശ്രീ ഷിൻഡോ മാത്യു, കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവരാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രിയമുള്ളവർ, നിങ്ങൾ എല്ലാവരും തൃശ്ശൂർ അതിരൂപതയുടെ പ്രതിനിധികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, തൃശ്ശൂർ എന്ന് പറയുന്ന ഈ മഹാനഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജൂബിലി അമല ഹോസ്പിറ്റലുകൾ അവരെന്തുമാത്രം പ്രാധാന്യമാണ് വഹിക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാം. കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറെ അഭിമാനകരമായ 2 സ്ഥാപനങ്ങളാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും അമല മെഡിക്കൽ കോളേജും. ഏതാണ്ട് 75 വർഷം പിന്നിട്ട സ്ഥാപനമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. ഇവ രണ്ടും മിഷനാശുപത്രികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങൾ തൃശ്ശൂരിൻ്റെ അതോടൊപ്പം തന്നെ ഈ അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ 2 ആതുരാലയങ്ങളാണ്. ഈ ആശുപത്രികളിൽ ഈ ദിവസങ്ങളിലൊക്കെ വൻ ചർച്ചയായിട്ടുള്ള കാര്യമാണ് അവർക്ക് ലഭിക്കുന്ന ശമ്പളം. നമ്മളത് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് വളരെ തുച്ഛമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആശുപത്രിയിൽപ്പെട്ടതാണ് ജൂബിലിയും അമലയും. 32,500 മുതൽ തുടക്കക്കാർക്ക് ശമ്പളം നൽകുന്നു ഈ 2 ആശുപത്രികളിൽ. 65,000 വരെ ശമ്പളം വാങ്ങിക്കുന്നവർ ഈ ആശുപത്രികളിലുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഈ 2 ആശുപത്രികളും നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യവുമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് തുച്ഛമായ ശമ്പളമാണ്, അപര്യാപ്തമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുക എന്നാണ് എനിക്ക് ഈ തരത്തിൽ പറയാനുള്ളത്. ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളമുള്ള ആശുപത്രികളിൽ സമരമില്ല എന്നുള്ള ഒരു വിരോധാഭാസം തീർച്ചയായിട്ടും അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോ ഈ പറഞ്ഞ പോലെ ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളം ഇല്ലാത്ത ഹോസ്പിറ്റലുകളിലെ സമരം ഉണ്ടായിരുന്നു, പക്ഷെ അവര് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്, വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതുവരെയും ഈ സമരം നടന്നു, ഒത്തുതീർപ്പായി എന്ന് പറയുന്ന ഹോസ്പിറ്റലുകളിൽ ഒന്നും അവരുടെ വ്യവസ്ഥകൾ എന്താണ്, എന്തു വെച്ചിട്ടാണ് ഇവർ ഒത്തുതീർപ്പിന് പരിശ്രമിച്ചെന്ന് ഒന്നും ഒരിക്കലും പ്രസിദ്ധീകരിച്ചു കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താ നിങ്ങളുടെ അഭിപ്രായം, എന്താണ് അതിനെ പറ്റിയിട്ട്? UNA സംസ്ഥാനത്ത് അമല ജൂബിലി ആശുപത്രി ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവർ കരാർ വ്യവസ്ഥയിൽ ഏർപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവര് അവകാശപ്പെട്ട് അതനുസരിച്ചുകൊണ്ട് ആ കരാർ വ്യവസ്ഥ അവർ പുറത്തുവിടാൻ അവർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർ അതിന് ധൈര്യപ്പെടുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഇന്ന് ജൂബിലി അമല കൊടുക്കുന്ന ആ വേതന വ്യവസ്ഥ, അല്ലെങ്കിൽ ആ വേതനത്തിന്റെ അത്രത്തോളം അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം നോക്കിയാൽ, മുൻപൊക്കെ അമലയിലും ജൂബിലിയിലൊക്കെ ശമ്പള വർധന നൽകിയപ്പോൾ അത് അവർ പലപ്പോഴും നൽകിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അവർ എന്തെങ്കിലും കൂട്ടിക്കൊടുത്തപ്പോഴും അമലയുടെയും ജൂബിലിയുടെയും ശമ്പളത്തിന് അവിടേക്ക് എത്താത്തത് എന്നുള്ള കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സാറേ, ഈ മേഖലയിലെ മിനിമം വേജസ് അത് തീരുമാനിക്കേണ്ടത് എല്ലാ മേഖലയിലും, ജോലി മേഖലയിലും മിനിമം വേജസ് നിശ്ചയിക്കേണ്ടത് സർക്കാരുകളാണല്ലോ. അപ്പൊ ഈ മേഖലയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേജസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
ഇതിനകത്ത് 2018 കേരള സർക്കാർ നഴ്സുമാരുടെ ശമ്പള വർധനവിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശമ്പള വർധനവിനെതിരെ ഏറ്റവും ആദ്യം ഹൈക്കോടതിയിൽ പോയത് UNA അടക്കമുള്ള സംഘടനകളാണ്. അവര് 2018 ഏകദേശം 9ഓളം റിട്ട് ഹർജികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ഹർജികളൊക്കെ 2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേട്ട് സർക്കാർ ശമ്പള വർധനവ് പുറപ്പെടുവിച്ചത് 2018 സർക്കാർ പുറപ്പെടുവിച്ച ശമ്പള വർധനവ് ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിധി ഉണ്ടായപ്പോഴും 2018 കേരള സർക്കാർ പുറപ്പെടുവിച്ച ഈ ശമ്പള വർധനവനുസരിച്ചിട്ടുള്ള ശമ്പളമാണ് ജൂബിലിയിലും അമലയിലും കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് മാത്രമല്ല, ഈ 2023 അടുത്ത ശമ്പള വർധനവ് വരേണ്ടിയിരുന്നു. ഈ 2023 അടുത്ത ശമ്പള വർധനവ് വരാതിരുന്ന സാഹചര്യത്തിലും ജൂബിലിയിലും അമലയിലും ഏകദേശം 2000 മുതൽ 9000 രൂപ വരെ അവിടെ നഴ്സുമാർക്ക് ഇടക്കാല ആശ്വാസമായിട്ട് കൊടുക്കാനായിട്ട് ഈ 2 ആശുപത്രികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2018 അത് നടപ്പിലാക്കിയെന്ന് മാത്രമല്ല, അത് മുൻകാല പ്രാബല്യത്തോടു കൂടി എനിക്ക് തോന്നുന്നു 2017 മുതൽ തന്നെ ഈ 2 ആശുപത്രികളിലും അതിന്റെ കുടിശ്ശിക അടക്കം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമരത്തിന്റെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു UNA പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം എന്ന് പറയുന്നത്, ഈ ആശുപത്രികളിൽ നിലനിൽക്കുന്ന കരാർ വ്യവസ്ഥ അത് ശരിയല്ല, അതിന് മാറ്റം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കരാർ വ്യവസ്ഥിതി കേരളത്തിലും ഇവിടുത്തെ നിയമ വ്യവസ്ഥിതികളും അനുസരിച്ചുകൊണ്ട് ഒരു നാട്ടുനടപ്പാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നുണ്ട്. ജൂബിലിയിലും അമലയിലും കരാർ വ്യവസ്ഥതയുണ്ട്, അത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ആ കരാർ വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നുവരെ നാളിതുവരെ ഒരു സ്റ്റാഫിൻ്റെയും ഒരു നേഴ്സിൻ്റെയും സർവീസിൽ ബ്രേക്ക് ഉണ്ടായിട്ടില്ല. തുടർ സേവകരുമായിട്ടാണ് അംഗീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇൻക്രിമെന്റ്, PF അതുപോലെ ഉണ്ടായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അവരെ സർവീസിന് യാതൊരു വിഘ്നവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കരാർ വ്യവസ്ഥയിലാണെങ്കിൽ പോലും അവർക്കെല്ലാ ആനുകൂല്യങ്ങൾക്കും അവർ അർഹരാണ്. പക്ഷെ ഇവരുടെ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച നിലപാട് എന്താണെന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. ആ കാലഘട്ടം കഴിയുമ്പോൾ അവർക്കുള്ള ഗ്രാറ്റുവിറ്റിയും കിട്ടുന്നുണ്ട്. കരാർ പീരീഡ് കഴിയുമ്പോൾ ആ ഗ്രാറ്റുവിറ്റി അവർക്ക് അപ്പോൾ തന്നെ കൊടുക്കുന്നു. സാധാരണ കൊടുക്കുന്നത് അവർ വിരമിക്കുന്ന അവസരത്തിലാണെങ്കിൽ ഇവരെ സംബന്ധിച്ചോളം ആ കരാർ കാലഘട്ടം കഴിയുമ്പോൾ തന്നെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു ആശ്വാസമാണല്ലേ. ഇത് നമ്മുടെ നാട്ടില് നഴ്സുമാർ ജോലി ചെയ്യുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയല്ല, വിദേശത്തേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടിയാണ്, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കരാർ അവർക്കൊരു പ്രശ്നമല്ല, അവർക്കൊരു ആനുകൂല്യമാണ്, അതവർക്ക് നേട്ടമാണ്. കാരണം ഈ ഇടക്കാലത്ത് പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു തുക കിട്ടുകയാണെന്ന് വരികിൽ, ഈ ഗ്രാറ്റുവിറ്റി ആയിട്ടുള്ള തുക കിട്ടുകയാണെന്ന് വരികിൽ അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സഹായമായി മാറും. ഓക്കെ, അപ്പോൾ ഈ സമരത്തിനോടനുബന്ധിച്ച് ചില ആശുപത്രികളെ നമ്മൾ പറഞ്ഞു കരാർ വ്യവസ്ഥ അവരുടെ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നഴ്സുമാര് ജൂബിലി അമല ഹോസ്പിറ്റലുകളിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യാത്മകതയായിട്ടാണ് തോന്നുന്നത്. കാരണം അവരുദ്ദേശിച്ച ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ടും അവിടെ ജോലി ചെയ്യാതെ അവര് ജൂബിലിയില് അല്ലെങ്കിൽ അമലയില് ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷന് വരുന്നു. അതെന്താണ് കേൾക്കുന്നത് ശരിയാണ്? അതിന് കാരണങ്ങളുണ്ട്. കാരണം അമലയിലെ ജൂബിലി ഈ നഴ്സുമാരുടെ സമരം നടക്കുന്ന ഈ അവസരത്തിലും അമലയിലേക്കും ജൂബിലിയിലേക്കും നഴ്സുമാർ വീണ്ടും ജോലിക്കായി ചേരുന്നുണ്ട്. കാരണം ആ സ്ഥാപനത്തിന്റെ പേര്, അതുപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന സുരക്ഷിതത്വം, ജോലിയുടെ സുരക്ഷ, ഇതെല്ലാം ഇതിനൊരു കാരണങ്ങളാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിന്, നമുക്കൊരു വിദേശത്തേക്ക് പോകുന്നതിന് ഇപ്പോൾ ലാംഗ്വേജ് പാസ്സാകണം. അതുപോലെ നമുക്കൊരു മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ PSC പാസ്സാകണം. മറ്റുള്ള ആശുപത്രികളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച വേതനമാണ് ജൂബിലിയും അമലയും നൽകുന്നത്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ 2 പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളാണ് ഈ 2 ആശുപത്രികളും.
അതുകൊണ്ട് തന്നെയാണ് മികച്ച വേതനം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റുള്ള ആശുപത്രികളിൽ നിന്ന് ജൂബിലിയിലേക്കും അമലയിലേക്കും കൂടുതലായി ഇപ്പോഴും നഴ്സുമാർ ജോലിക്ക് ചേരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നു ജൂബിലിയിലും അമലയിലും മികച്ച സേവനവും നഴ്സുമാർക്ക് മികച്ച വേതനവും കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. പക്ഷേ ഒരു സ്ഥാപനത്തിലെ ഒരു സമരം, പ്രത്യേകിച്ച് UNA ഒരു സമരം, നഴ്സുമാരുടെ സമരം നടത്തുമ്പോൾ അത് രോഗികൾക്കായാലും അവിടെ വർക്ക് ചെയ്യുന്നവർക്കായാലും അതിരൂപതയ്ക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നറിയാമല്ലോ, അസ്വസ്ഥതകളുണ്ട്. ഈ അസ്വസ്ഥതയെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിന് വല്ല പോംവഴികളുണ്ടോ? നല്ലൊരു ചോദ്യമാണ് അത് ശരിക്കും. കാരണം ഏതൊരു പ്രശ്നം ഉണ്ടായാലും സമരം ഉണ്ടായാലും അത് ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് പോംവഴി. കേവലം ഇതൊരു ജൂബിലിയിലെയും അമലയിലെയും പ്രശ്നമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ സ്ഥലത്ത് സമരം ആരംഭിക്കും. അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനമാണ് നാം ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് നഴ്സുമാർക്ക്, അവർ അർഹിക്കുന്ന രീതിയിലുള്ള മിനിമം വേജസ് സർക്കാർ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. എത്ര നാളായി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടന്നിട്ട്? അതാണല്ലോ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിയമസഭയിൽ, സംസ്ഥാന നിയമസഭയിലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞതും അതാണ്. ഒരു പൊതുനയം, എല്ലാവർക്കും വേണ്ടി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പൊതു മിനിമം വേജസ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതൊക്കെ അപ്പാടെ നടപ്പിലാക്കാമെന്ന് ഈ രണ്ട് ആശുപത്രി മാനേജ്മെന്റുകളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഒരു ശാശ്വത പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്. കഴിഞ്ഞ ഒരു 100 ദിവസമായിട്ട് നമുക്കറിയാം, 100-ലധികം ദിവസമായിട്ട് ഇങ്ങനൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഒരു കാര്യം നമ്മളൊക്കെ ഒരു വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടെയാണ് അഭിമന്യ പിതാവും UNA പ്രതിനിധികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഒക്കെ ആയിട്ടൊരു സൗഹൃദപരമായ ഒരു ചർച്ച, വളരെ ഫലപ്രദമായ ഒരു ചർച്ച നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഉണ്ടായ ചില സംഭവങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ അതിന് പിന്നിലെ എന്തായിരിക്കാം കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ 28-ാം തീയതി ഞായറാഴ്ച തൃശ്ശൂരിൽ അരങ്ങേറിയ സംഭവങ്ങൾ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യങ്ങളായിരുന്നു. നേരത്തെ ഈ സമരം നടക്കുന്ന സ്ഥാപനങ്ങളിലെ ഏതാനും നഴ്സുമാർ അഭിമന്യ പിതാവിനെ കണ്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തരണമെന്നാവശ്യപ്പെടുകയായിരുന്നു. രേഖാമൂലം കത്ത് നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അഭിമന്യ പിതാവ് ഒരു കൂടിക്കാഴ്ചയ്ക്കായിട്ട് സമയം അനുവദിച്ചത്. അന്ന് ആ ചർച്ചയിൽ അഭിമന്യ പിതാവ് മാനേജ്മെന്റുകളുടെ വളരെ സുനിശ്ചിതമായ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. സംസ്ഥാനത്തെ നഴ്സുമാർക്കുള്ള ആവശ്യമായ ഒരു പൊതുനയം അത് സർക്കാർ പ്രഖ്യാപിക്കുന്നെങ്കിൽ അത് എത്രയും വേഗം നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ അത് മാനേജ്മെന്റുകളും നഴ്സിംഗ് സംഘടനകളും ഒത്തൊരുമിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് വളരെ സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു യോഗം അവസാനിച്ചത്. പക്ഷേ യോഗം അവസാനിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പുറമെ നിന്നുള്ള ചില ഇടപെടലുകളെ തുടർന്നാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അന്തരീക്ഷം മാറുകയും തുടർ സമരങ്ങളിലേക്ക് നീങ്ങുകയുമായി അന്നുണ്ടായത്. അതിനെ തുടർന്ന് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഏത് തൊഴിലിടങ്ങളിലും ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പലപ്പോഴും അതൊക്കെ സമര കേന്ദ്രങ്ങളായി മാറിയെന്നും വരാം. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷത്തോളം വരുന്ന ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്താനാണ് ഈ സമരത്തിന്റെ മറവിൽ ചിലരെടുത്ത തീരുമാനം. ആ മാർച്ച് ബിഷപ്സ് ഹൗസിന്റെ ഏതാനും മീറ്ററുകൾ അകലെ തന്നെ പോലീസ് തടഞ്ഞുവെങ്കിലും അവിടെ തന്നെ റോഡിൽ തന്നെ കുത്തിയിരിക്കാനും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും അതുവഴി വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാനുമുള്ള ചില ശ്രമങ്ങളായി. അതിനെ കുഞ്ഞുങ്ങളെപ്പോലും മറയാക്കുന്ന വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത, മനസ്സിലാക്കാനാകാത്ത ചില ശ്രമങ്ങൾ, ഗൂഢശ്രമങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജൂബിലിയിൽ ഏകദേശം 1200 നഴ്സുമാരുണ്ട്. അതിൽ 900-ലധികം നഴ്സുമാർ ഇപ്പോഴും അവിടെ നിസ്തുല സേവനം അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂബിലിയിലും അമലയിലുമൊക്കെ യാതൊരു തടസ്സവുമില്ലാതെ ചികിത്സാ സംവിധാനങ്ങളെ
പോയിക്കൊണ്ടിരിക്കുന്നത്, സാധാരണക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി വരുന്നത് എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പോലും ജൂബിലിയിലും അമലയിലും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ കൂടാതെ ഏകദേശം 800ഓളം ആളുകൾ അവിടെ അഡ്മിറ്റ് ആവുകയും ഏകദേശം 2000ഓളം ആളുകൾ OP-യിൽ വരികയും ചെയ്യും. അത് ജൂബിലിയിലെ മാത്രം കണക്കാണ്. ജൂബിലിയിലെ സമാനം തന്നെയാണ് അമലയിലും. ജൂബിലിയിലെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്. അതേ സമാന സ്വഭാവത്തിൽ തന്നെയാണ് അമലയും പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ 2 ആശുപത്രികളുടെ പ്രവർത്തനങ്ങളൊന്നും ഒരു തരത്തിലും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നു വരെ ഉണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച 28-ാം തീയതി നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു. ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. 5 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളുടെ ഒരു ആത്മീയ കേന്ദ്രമായിട്ടുള്ള അതിരൂപത മെത്രാസന മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തി എന്നുള്ളതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തില് ഈ ആത്മീയ കൂട്ടായ്മയുടെ, അതായത് ഈ 5 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസി കൂട്ടായ്മയുടെ ആത്മായ നേതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള ആ സംഭവ വികാസങ്ങളെ തൃശ്ശൂർ അതിരൂപതയിലെ ആത്മായ നേതൃത്വം വളരെ ഗൗരവമായി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പല മീഡിയകളിലൂടെയും അല്ലെങ്കിൽ പല രീതിയിലും നേരത്തെ പറഞ്ഞതുപോലെ 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന തൃശ്ശൂർ അതിരൂപതയെയും ആ അതിരൂപതയിലെ അധ്യക്ഷനെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന പല കോണുകളിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ വിശ്വാസി സമൂഹത്തെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായി നേരിടുമെന്ന് പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ അൽമായരുടെയും അതുപോലെ തന്നെ വൈദികരുടെയും നേതൃത്വ യോഗങ്ങൾ നടന്നു. അതിൽ തീർച്ചയായിട്ടും ഇത് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കരുത്. ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഗൂഢശ്രമമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കേന്ദ്രങ്ങൾ കൂടി അഭിമന്യ പിതാവിനെതിരെ ആ വലിയ കടുത്ത തോതിൽ അവഹേളനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. ഇത് അതിനു പുറകിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്, ചില ദുരൂഹതകളുണ്ട് എന്നതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിലെ സമൂഹ മനസാക്ഷിയെ തന്നെ തൊട്ടുണർത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ നാളുകളിൽ നാം പത്രദ്വാരയും മറ്റ് സോഷ്യൽ മീഡിയയിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. ആയിരക്കണക്കിന് കോടി രൂപ വിവിധ വിദേശ കമ്പനികൾ കേരളത്തിലെ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഇറക്കുന്നു എന്നുള്ളത്, ചെറിയ ചെറിയ ആശുപത്രികൾ വിഴുങ്ങുന്നു എന്നുള്ളത്, അവർ പണം കൊടുത്ത് വാങ്ങി അവരുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ആശങ്ക വളർത്തുന്നതാണ്. ഇതുപോലെ നിരവധി ആശുപത്രികൾ ഈ ചുറ്റുവട്ടത്ത് കോർപ്പറേറ്റ് ആധിപത്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മിഷൻ ആശുപത്രികൾക്ക് ഭീഷണിയാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് രോഗികൾ ഈ 2 ആശുപത്രികളിൽ കടന്നു വരുന്നത്? 100 രൂപയാണ് ഒരു OP ടിക്കറ്റിന് ജൂബിലി വാങ്ങിക്കുന്നത്. ഇന്നൊരു സാധാരണക്കാരന് എത്തിപ്പെടാൻ സാധിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികൾ കഴിഞ്ഞാൽ പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ജൂബിലി അമല ആശുപത്രികളാണ്. അവയെ തകർത്താൽ മാത്രമേ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ എന്നത് നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. 500ഓളം ചെറുകിട ആശുപത്രികൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിലേറെയും മിഷൻ ആശുപത്രികളായിരുന്നു. പാവപ്പെട്ട രോഗികളെ എത്തിച്ചേർന്നിരുന്ന കൊച്ചു കൊച്ചു ആശുപത്രികളൊക്കെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. നഴ്സിംഗ് മേഖലയിലെ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന അവരോടൊക്കെ ഞങ്ങൾക്ക് ഏറെ ആദരവും ബഹുമാനവുമാണ്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ, സ്നേഹസ്പർശത്തിൻ്റെയൊക്കെ ഒരു വലിയ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടൊക്കെ തികഞ്ഞ ആദരവും ബഹുമാനവും തൃശ്ശൂർ അതിരൂപതയ്ക്ക് എക്കാലത്തുമുണ്ട്. തൃശ്ശൂരിൽ തന്നെ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 സ്ഥാപനങ്ങൾ, ഈ മിഷൻ ആശുപത്രികളിൽ നടക്കുന്ന ഈ സമരങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ പ്രദേശങ്ങളിലെ മധ്യ കേരളത്തിലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് നേരെയുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ചെറുക്കേണ്ടത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും വലിയ
ചുമതലയാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മ സമരത്തെ, ഈ പാവപ്പെട്ടവന് വേണ്ടിയുള്ള സാധാരണക്കാരൻ്റെ ആശ്രയ കേന്ദ്രമായ ഈ 2 ആതുരാലയങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഈ ധർമ്മസമരത്തെ പിന്തുണയ്ക്കാൻ, ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളോട് സഹകരിക്കാൻ നിങ്ങളോട് ഏവരോടും വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമരത്തിന്റെ കലുഷിതമായ ദിനങ്ങളിൽ നിന്നും ഒരു നല്ല നാളേക്ക് വേണ്ടി അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചർച്ചയ്ക്ക്, ഈ വേദിക്ക് വിരാമം ഉണ്ടാകും.